ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ബൈക്കിൽ ഹിമാലയൻ യാത്ര അറിയുക പതിയിരിക്കുന്ന അപകടങ്ങൾ. സോളോ റൈഡുകൾ ഒരു വികാരമാണ്. നീണ്ടുകിടക്കുന്ന പാതകൾ, മലനിരകൾ, സമതലങ്ങൾ, ഇങ്ങനെ കാണാക്കാഴ്ചയും ഇരുചക്രങ്ങളെയും പ്രണയിക്കുന്നവരാണ് ഏകാന്ത യാത്രകൾക്കൊരുങ്ങുക. അത്തരക്കാർക്കിടയിൽ ഏറ്റവും ആവേശമുണർത്തുന്ന ഒരു യാത്രയാണ് ഹിമാലയത്തിലെ ലേയിലേക്കുള്ള ബൈക്ക് റൈഡ്. അടുത്ത യാത്ര അങ്ങോട്ടാകുന്നുവെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ആദ്യം എവിടെ നിന്നാണ് ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുന്നതെന്ന് തീരുമാനിക്കുക. കേരളത്തിൽ നിന്നും ബൈക്ക് ഓടിച്ചു പോകുന്നവരുണ്ട്, എന്നാൽ പ്രായോഗികമായത് ബൈക്ക് പാഴ്സൽ ചെയ്യുകയാണ്. ട്രെയിനുകളിൽ ബൈക്ക് ഛത്തീസ്ഗഡ് വരെ പാഴ്സലായി അയക്കാം. ബൈക്ക് പാഴ്സൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ: ഇന്ധനം പൂർണ്ണമായും ഊറ്റിക്കളയണം. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഇൻഡിക്കേറ്ററുകൾ, കണ്ണാടി എന്നിവ ഊരിമാറ്റി കയ്യിൽ സൂക്ഷിക്കുക. വാഹനത്തിന്റെ RC, പാഴ്സൽ ബുക്ക് ചെയ്യാൻ ചെല്ലുന്ന ആളുടെ തിരിച്ചറിയൽ കാർഡ് എന്നിവയുടെ ഒറിജിനലും കോപ്പിയും കയ്യിൽ കരുതുക. പാർക്കിംഗ് പോർട്ടർമാർ ചെയ്തുകൊള്ളും. അതിനായി 500 രൂപയാണ് ഇപ്പോൾ നൽകേണ്ടത്. നിങ്ങൾ സഞ്ചരിക്കുന്ന ട്രെയിനിൽ തന്നെ ബൈക്ക് കയറ്റിവിടണമെങ്കിൽ ഈ പോർട്ടർമാർ തന്നെ വിചാരിക്കണമെന്ന കാര്യവും മറക്കരുത്. പാഴ്സൽ ഫോം പൂരിപ്പിച്ച് നൽകുമ്പോൾ ചിലർ വാഹനത്തിന്റെ വില താഴ്ത്തി എഴുതാറുണ്ട്. ഇത് ശരിയല്ല. ഏതെങ്കിലും കാരണവശാൽ വാഹനം നഷ്ടമാവുകയോ അല്ലെങ്കിൽ ഗുരുതരമായ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ റെയിൽവേ ഈ വിലയ്ക്ക് അനുസരിച്ചുള്ള നഷ്ടപരിഹാരമേ നൽകുകയുള്ളൂ. യഥാർത്ഥത്തിലുള്ള വിപണി മൂല്യം തന്നെ എഴുതുക. വില കൂടിയ ബൈക്കാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ട്രാൻസിറ്റ് ഇൻഷുറൻസ് എടുക്കുക. യാത്രക്കാർക്കും ട്രാവൽ ഇൻഷുറൻസ് എടുക്കുന്നത് നല്ലതാണ്. ബുക്കിംഗ് രസീതിൻ്റെ അസൽ കാണിച്ചാലേ വാഹനം തിരികെ കിട്ടുകയുള്ളൂ. ശ്രദ്ധയോടെ ഈ രസീത് സൂക്ഷിക്കുക. ഒരു ഫോട്ടോയോ ഫോട്ടോസ്റ്റാറ്റോ എടുത്തു വെക്കുന്നത് നന്നായിരിക്കും. ലേയിലേക്ക് പോകുന്നവർ ഛത്തീസ്ഗഡിലേക്കാണ് സാധാരണ ബൈക്ക് അയക്കുക. വലിയ യാത്രകൾക്ക് മുൻപേ വാഹനത്തിന്റെ ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ എന്നിവ പരിശോധിക്കുക. സാധിക്കുമെങ്കിൽ പുതിയതിടുക. ഉയരമുള്ള സ്ഥലത്ത് ഓക്സിജന്റെ അളവ് കുറവായിരിക്കും. എയർ ഫിൽറ്ററിനും മറ്റു മാലിന്യമുണ്ടെങ്കിൽ ഇത് വിനയാകും. പാസുകളും രേഖകളും. മണാലിയിൽ നിന്നും റോത്താങ് പാസിലേക്കുള്ള വഴിയിൽ ചെക്ക് പോസ്റ്റുകളുണ്ട്. ലേ വരെ യാത്രയുണ്ടെങ്കിൽ കൺജക്ഷൻ ചാർജായി 50 രൂപ നൽകണം. ഓൺലൈനായി ഈ പാസ് എടുക്കുന്നതാണ് നല്ലത്. ചെക്ക് പോസ്റ്റിൽ നിന്നും എടുക്കുമ്പോൾ 100 രൂപ വരെ വരും. മണാലി ടൂറിസം ഡെവലപ്മെന്റ് കൗൺസിലിംഗ് വെബ്സൈറ്റിൽ പെർമിറ്റിനായി അപേക്ഷിക്കാം. ലേ വരെ ആ പാസ് മതി. റോത്താങ് പാസിൽ ചൊവ്വാഴ്ച പ്രവേശനമില്ല. ജിസ്പ എന്ന ഗ്രാമത്തിൽ ചെക്ക് പോയിന്റുകളുണ്ട്. വണ്ടി നമ്പറും പേരും കൊടുത്താൽ മതി. വാഹനത്തിന്റെ RC, മലിനീകരണ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവയും ഒറിജിനലും 5 കോപ്പികളും കയ്യിൽ വെക്കണം. ഫോട്ടോസ്റ്റാറ്റ് സൗകര്യമില്ലാത്ത ഹോട്ടലുകളും ടെന്റുകളിലും ഈ കോപ്പികൾ ഉപകാരപ്പെടും. താമസ സൗകര്യം. മണാലിയിൽ ഒട്ടേറെ ചെറു താമസ സൗകര്യങ്ങളുണ്ട്. ഓൺലൈനായി ബുക്ക് ചെയ്താൽ ഓഫറുകൾ ലഭിക്കും. മണാലി കഴിഞ്ഞാൽ ജിപ്സ വരെ എത്തുന്നതിന് ഒരു ദിവസം ജിപ്സയിൽ ഒട്ടേറെ ടെന്റുകൾ ലഭിക്കും. 150 രൂപ മുതൽ 2000 രൂപ വരെയുള്ള ടെന്റുകളുണ്ട്. ഇന്ധനം. ഛത്തീസ്ഗഡ് ലേ ആകെ ദൂരം 786 കിലോമീറ്റർ. മണാലിയിൽ നിന്ന് ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കണം. ഒരു കന്നാസിൽ ആവശ്യമെങ്കിൽ പെട്രോൾ കൊണ്ടുപോകാം. 110 കിലോമീറ്റർ കഴിഞ്ഞ് താണ്ടി എന്ന ഗ്രാമത്തിലാണ് അടുത്ത പെട്രോൾ ബങ്ക്. ലേ വരെ 370 കിലോമീറ്റർ, പിന്നീട് ഇന്ധനം ലഭിക്കില്ല. ലേ വരെ 370 കിലോമീറ്റർ ദൂരം, പിന്നീട് ഇന്ധനം ലഭിക്കില്ല. വാഹനത്തിൽ വേണ്ട ഉപകരണങ്ങൾ. വണ്ടിയുടെ ബൾബുകൾ, അത്യാവശ്യം വേണ്ട ടൂൾസ്. കല്ലുകൾ കൊണ്ടോ ഓഫ് റോഡ് യാത്രകളിൽ കല്ലുകൾ കൊണ്ടോ മറ്റോ ടാങ്കുകളിൽ ദ്വാരം വീഴാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് എംസീൽ, ടാർപോളിൻ പോലെയുള്ള റെയിൽ കയറുകൾ, ടോർച്ച്, മൊബൈൽ ചാർജർ, പവർ ബാങ്ക്, ഹാൻഡിലിംഗ് പിടിപ്പിക്കാനുള്ള ഹോൾഡർ. മറ്റു ലഗേജുകൾ കുറയ്ക്കണം. സാധ്യമെങ്കിൽ ഒരു ബാഗിൽ കൊള്ളാവുന്ന സാധന സാമഗ്രികൾ മതി. ആഹാരം മിക്കയിടങ്ങളിലും ലഭ്യമാണ്. നൂഡിൽസാണ് സർവ്വസാധാരണം. വെള്ളം ലഭിക്കാൻ 2 ലിറ്റർ ക്യാൻ കരുതണം. ഭക്ഷണം കഴിക്കുന്നിടത്തു നിന്ന് ഈ ക്യാനിൽ യാതൊരു മടിയും കൂടാതെ അവർ വെള്ളം നിറച്ചു തരും. ഹെൽമറ്റ്. കൂളിംഗ് ഗ്ലാസ് ഉള്ള ഹെൽമറ്റ് നല്ലതല്ല. പ്ലെയിൻ ഗ്ലാസ് ആണെങ്കിൽ ഇത്തിരി ലൈറ്റ് കുറയുമ്പോഴും ഗ്ലാസ് പൊക്കി വെക്കാതെ വണ്ടി ഓടിക്കാം. പൊടിയടിക്കില്ല, തണുപ്പുമേകില്ല. UV പ്രൊട്ടക്റ്റഡ് സൺഗ്ലാസ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അരുവികൾ ധാരാളം ക്രോസ് ചെയ്യേണ്ടത് ഉള്ളതുകൊണ്ട് വാട്ടർ പ്രൂഫ് ഷൂ കരുതുക. അല്ലെങ്കിൽ ഷൂ പ്ലാസ്റ്റിക് കവർ കൊണ്ട് പൊതിയുക. വാട്ടർ പ്രൂഫ് ഗ്ലൗ അത്യാവശ്യമാണ്. അമിത വേഗത്തിൽ യാത്ര ചെയ്യരുതെന്നതും പറയേണ്ടതില്ലല്ലോ. നിങ്ങൾക്കും അഭിപ്രായം രേഖപ്പെടുത്താം കമന്റിലൂടെ.